സംരക്ഷിച്ചിട്ടുള്ളത്. അതുപോലെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ്. എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പം ഒരു നടുവേദന വന്ന് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളങ്ങ് കിടന്നു പോകും. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും, ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും ഒരാളെടുത്ത് പൊക്കി നമ്മൾ കൊണ്ടുപോകണം. അത് എഴുന്നേക്കുന്നത് തന്നെ ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ആ വേദന കാരണം എനിക്ക് ശ്വാസം വലിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു മൈന്യൂട്ട് വൈബ്രേഷൻ പോലും എൻ്റെ നട്ടലിന് ഭയങ്കര വേദനയായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ വെള്ളം പോലും അധികം കുടിക്കില്ല. കാരണം വാഷ്റൂമിൽ പോകേണ്ടി വരുമല്ലോ, എഴുന്നേക്കേണ്ട വേദന ആലോചിച്ച് പേടിച്ച് ഞാൻ വെള്ളം തന്നെ കുടിക്കത്തില്ല. പക്ഷെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ അത് താനേ ആ വേദന പോകും. അങ്ങനെ ഒരിക്കൽ ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ എക്സ്റേ എടുക്കുകയും പിന്നീട് MRI എടുക്കുകയൊക്കെ ചെയ്തപ്പം എൻ്റെ ഡിസ്കിനുള്ള ചെറിയ ബൾജിങ് ആണ്, അതുകൊണ്ടുണ്ട് നെർവ് കംപ്രഷൻ കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. ഒരു ഡേഞ്ചറസ് സ്റ്റേജ് ഒന്നുമല്ല, എന്നിരുന്നാൽ പോലും ശ്രദ്ധിക്കണം. കുനിയാൻ പാടില്ല. കുനിഞ്ഞ ഒരു സാധനം തറയിലെടുക്കണമെങ്കിൽ മുട്ട് മടക്കി മാത്രമേ ബെൻഡ് ചെയ്തെടുക്കാവൂ. നട്ടലൊരിക്കലും വളയരുതെന്നാണ് പറഞ്ഞ് കുറേ ഫിസിയോതെറാപ്പിയും എക്സസൈസുകളും എനിക്ക് തന്നു. പക്ഷേ എനിക്ക് അന്ന് മോന് 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ കുട്ടീനെയും വെച്ച് ഓടി നടക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരിക്കലും നട്ടൽ വളയ്ക്കാണ്ട് ഇങ്ങനെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചിനെ കുളിപ്പിക്കണം, പല്ലേപ്പിക്കണം, അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അവൻ്റെ പുറകെ ഓടണം. അപ്പോഴൊക്കെ നമുക്ക് നട്ടൽ വളയ്ക്കാണ്ട് ഒന്നും നിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. ക്രമേണ എനിക്ക് വേദന കൂടി വന്നു. പിന്നീട് എനിക്ക് വീട്ടിനുള്ളിൽ തന്നെ നടക്കാൻ, എൻ്റെ കാലിലോട്ട് ഉള്ള ഞരമ്പിൻ്റെ കംപ്രഷൻ കാരണം എനിക്ക് കാലിലോട്ട് പ്രയാസമുണ്ടായി നടക്കാൻ തന്നെ. അപ്പം ഞാൻ വീട്ടിനുള്ളിൽ പോലും ഞാൻ ചട്ടി നടക്കുന്നൊരവസ്ഥയെത്തി. വേദന എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി. പൂറ്റി എനിക്ക് കുത്താൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പേടിച്ചു. ഞാൻ ദൈവമേ, കൊച്ചു ചെറുതാണ്, 2 ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് എനിക്കുള്ളത്. ഒരാൾ ബോർഡ് എക്സാമിന് നോക്കുന്നു, ഒരാൾ ചെറിയൊരു ടോഡ്ലറുമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ കിടന്നു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം എന്നെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ നിരന്തരം എനിക്ക് എക്സസൈസുകളുടെ ഡോക്ടർ പറഞ്ഞ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം വേദന മൂലം ഡോക്ടർ ഒരു ദിവസം 100 പ്രാവശ്യം ചെയ്യണമെന്ന് പറയുന്ന എക്സസൈസ് ഒരു 5-10 പ്രാവശ്യം ഞാൻ എൻ്റെ വേദന പിടിച്ച് ഞാൻ ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മുടങ്ങാണ്ട് ഞാൻ തൈലവും ഉപ്പും തേനും ഞാൻ ഉപയോഗിച്ച് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് ഒരു 1-1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്കത് പൂർണ്ണമായും മാറ്റി തന്നു. ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും, എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാം. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. എനിക്ക് പിന്നീട് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ ഡയഗ്നോസ് ചെയ്തിരുന്നു. അത് ഡോക്ടർ പറഞ്ഞ അതിന് ക്യൂറില്ല. അത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ടും എക്സസൈസ് കൊണ്ടും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മസിൽസ് വീക്ക് ആകുന്നത്, നമുക്ക് വല്ലാണ്ട് എക്സസീവ് പെയിൻ നമ്മുടെ ഓരോ ബോഡി പാർട്സിനും ഉണ്ടാകുകയും ഉറക്കക്കുറവ്, മൂഡ് സ്വിങ്സ്, സ്ട്രെസ്സ് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പക്ഷേ അതിൽ നിന്നും മാതാവിനെ രക്ഷിച്ചു. ഇപ്പോൾ എനിക്കങ്ങനെ ബോഡി പെയിനും ഒന്നുമില്ല. ഫൈബ്രോമയാൾജിയ ഉള്ള മറ്റുള്ള പേഷ്യൻസിൻ്റെ പല സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിലുള്ള പല ബുദ്ധിമുട്ടുകളും കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതേ രോഗമുള്ള എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു. അറ്റ് പ്രസൻറ്റ് എനിക്ക് യാതൊരു വേദനയും ഒന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ കിടന്നു പോകുന്ന ആ ഒരു നടുവേദന പിന്നെ വന്നിട്ടേ ഇല്ല. മറ്റേത് ഒരു 3 മാസം 4 മാസം കൂടുമ്പം അങ്ങനെ 4 ദിവസത്തേക്ക് കിടന്നു പോകുന്നൊരു സിസ്റ്റം ആയിരുന്നു എനിക്ക്. ഇപ്പം ആ 2 വർഷമായിട്ട് എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല. ഒരുപാട് രോഗസൗഖ്യങ്ങൾ മറ്റതുമുണ്ട്. കണ്ണിന് പ്രയാസം